ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഈസി ആയിട്ട് ഒരു ഹെയർ ടൈ എങ്ങനെ തയ്ക്കാമെന്നാണ് നോക്കുന്നത്. ഹെയർ ടൈ തയ്ക്കാനായിട്ട് ഇവിടെ ഒരു പോളിസ്റ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളമെന്ന് പറയുന്നത് 20 ഇഞ്ചും വീതി എന്ന് പറയുന്നത് 5 ഇഞ്ചുമാണ്. ഇനി നമുക്കിത് എങ്ങനെ തയ്ക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഇത് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു. ഇനി നമുക്ക് ഇത് ഒന്നുകൂടെ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യണം. അപ്പം നമ്മളിത് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് എങ്ങനെ ഇത് വരച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഒരു ഇലയുടെ ഷേപ്പിലൊക്കെയാണ് ഇത് വന്നിരിക്കുന്നത്. ഈ നമ്മൾ രണ്ടായിട്ട് മടക്കിയതിൻ്റെ സൈഡിൽ നിന്നും ഏകദേശം 1 ഇഞ്ചോളം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു. അവിടുന്ന് ഈ സൈഡിലോട്ട് ഒരു എൻഡ് പോയി. അവിടുന്ന് പിന്നെ ഈ ലാസ്റ്റ് കോർണറിലേക്ക് ഒരു അടയാളപ്പെടുത്തി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നിവർക്കുമ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ കിട്ടും. ഇനി നമുക്കിത് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് വെച്ച് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് ഈ സൈഡിൻ്റെ ഇവിടെ മറിച്ചെടുക്കാനായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ ഈ ഓപ്പണിങ്ങിലൂടെ ഇത് നമുക്ക് മറിച്ചെടുക്കാം. ഇനി ഈ ഓപ്പണിംഗ് നമുക്ക് തയ്ച്ചെടുക്കണം. അതിനായിട്ട് ഇതിങ്ങനെ അകത്തോട്ട് വെച്ചിട്ട് ഇവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു കയ്യിലുള്ള ബുഷ് എടുത്തിട്ട് ഇങ്ങനെ ഇതിനകത്തൂടെ കയറ്റി ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ അടിച്ച ഭാഗം ഇപ്പം ഞാൻ സെൻറ്റർ ആക്കിയാണ് വെക്കുന്നത്. ഇതുപോലെ അതൊന്ന് ടൈറ്റ് ആക്കി കൊടുത്താൽ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ടൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാനൊരു ബുഷ് ഉണ്ടാക്കി അതിൽ ഹെയർ ടൈ വെക്കുന്നത് കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.